അമേഠി റായ്ബറേലി മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ തീരുമാനമെടുക്കാനാകാതെ കോൺഗ്രസ്. രാഹുലും പ്രിയങ്കയും മത്സരിക്കണമെന്ന് ഉത്തർപ്രദേശ് സംസ്ഥാന കമ്മിറ്റി സമ്മർദ്ദം ശക്തമാക്കിയിട്ടുണ്ട്. തീരുമാനം കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി ഹൈക്കമാൻഡിന് വിട്ടു. അതേസമയം ഏത് പ്രധാനപ്പെട്ട നേതാക്കൾക്കെതിരെയും മത്സരിക്കാൻ രാഹുലിനെ വെല്ലുവിളിച്ച് മറ്റു ചിലരും രംഗത്തെത്തിയിട്ടുണ്ട്. വയനാട്ടിൽ വോട്ടെടുപ്പ് പൂർത്തിയായതോടെയാണ് കോൺഗ്രസ് അമേഠി റായ്ബറേലി മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ സജീവമാക്കിയത്. എന്നാൽ ഇന്നലെ ചേർന്ന കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗത്തിലും ഇരു മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികളെ തീരുമാനിക്കാൻ സാധിക്കാതെ ആശയക്കുഴപ്പം തുടരുകയാണ്. 2019 അമേഠിയിൽ കനത്ത പരാജയം നേരിട്ടതുകൊണ്ട് തന്നെ രാഹുൽ അമേഠിയിൽ മത്സരിക്കാൻ പൂർണ്ണ സമ്മതം അറിയിച്ചിട്ടില്ല. രാഹുൽ തന്നെ മത്സരിക്കണമെന്ന് ഉത്തർപ്രദേശ് സംസ്ഥാന കമ്മിറ്റി സമ്മർദ്ദം ശക്തമാക്കുകയും ചെയ്തതോടെയാണ് അമേഠിയിലും റായ്ബറേലിയിലും സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന്റെ ചുമതല കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി ഹൈക്കമാൻഡിന് വിട്ടത്. അതേസമയം അമേഠിയിലും റായ്ബറേലിയിലും രാഹുലിന്റെയും പ്രിയങ്കയുടെയും പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് തയ്യാറാകാൻ പ്രവർത്തകർക്ക് സംസ്ഥാന നേതൃത്വം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. രാഹുലും പ്രിയങ്കയും മത്സരത്തിനിറങ്ങിയില്ലെങ്കിൽ യുപിയിൽ സിറ്റിംഗ് സീറ്റായ റായ്ബറേലിയും നഷ്ടപ്പെടുമെന്നാണ് സംസ്ഥാന കമ്മിറ്റിയുടെ നിലപാട്. അതേസമയം അമേഠിയിൽ മാത്രമല്ല ബിജെപിയുടെ പ്രധാനപ്പെട്ട ഏത് നേതാക്കൾക്കെതിരെയും മത്സരിക്കാൻ രാഹുലിനെ വെല്ലുവിളിക്കുകയാണെന്ന് പീയൂഷ് ഗോയൽ ഉൾപ്പെടെയുള്ള ബിജെപി നേതാക്കൾ പ്രതികരിച്ചു. ജനം, ഡൽഹി. കോൺഗ്രസിനെ സംബന്ധിച്ച ഈ രണ്ട് വാർത്തകളുടെയും വിശദാംശങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ഇപ്പോൾ ഡൽഹിയിൽ നിന്നും നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ജിഷ്ണു, സങ്കീർണമായ ഒരവസ്ഥയിലാണ് കോൺഗ്രസ് കടന്നുപോകുന്നതെന്ന് വ്യക്തമാണ്. യു പിയിലാണെങ്കിൽ ഇത്തരത്തിൽ സ്ഥാനാർത്ഥി നിർണയത്തിൽ പ്രശ്നങ്ങളുണ്ടായിരിക്കുന്നു. അതേസമയം ഡൽഹിയിൽ ആം ആദ്മി പാർട്ടിയുമായുള്ള സഹകരണവുമായി ബന്ധപ്പെട്ട് ആ അധ്യക്ഷൻ തന്നെ, അതായത് ഡൽഹി അധ്യക്ഷൻ തന്നെ രാജിവെച്ചിരിക്കുന്നു, കോൺഗ്രസ് അധ്യക്ഷൻ തന്നെ രാജിവെച്ചിരിക്കുന്നു. എന്താണ് ഈ ഒരു അവസ്ഥയിൽ കോൺഗ്രസ് എത്തിപ്പെട്ടിരിക്കുന്നത്? എന്താണ് കോൺഗ്രസിൻ്റെ ഒരു അനിശ്ചിതാവസ്ഥയ്ക്ക് കാരണമായിരിക്കുന്നത്? ഐസൻ, ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾ ചൂടുപിടിക്കുമ്പോൾ കോൺഗ്രസിന് കനത്ത തിരിച്ചടിയാണ് ഡൽഹിയിൽ ഉണ്ടായിട്ടുള്ളത്. ഡൽഹിയിൽ കോൺഗ്രസിന്റെ PCC അധ്യക്ഷൻ അരവിന്ദ് സിംഗ് ലൗലിയാണ് ഇന്ന് രാജിവെച്ചിട്ടുള്ളത്. അതും നേതൃത്വത്തിനെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ട്, നേതൃത്വത്തിന്റെ പ്രവർത്തനങ്ങളിൽ അതൃപ്തി രേഖപ്പെടുത്തിക്കൊണ്ട്, സ്ഥാനാർത്ഥി നിർണയത്തിൽ ഒപ്പം ആം ആദ്മിയുമായി ബന്ധപ്പെട്ടുള്ള സഖ്യത്തിലും അതൃപ്തിയും വിമർശനവും ഉന്നയിച്ചുകൊണ്ടാണ് ഡൽഹി കോൺഗ്രസ് അധ്യക്ഷന്റെ രാജി എന്നുള്ളത്. ഈ ഡൽഹിയിൽ ഒപ്പം ദേശീയ രാഷ്ട്രീയത്തിലും കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് വലിയ രീതിയിൽ തിരിച്ചടി ഉണ്ടാക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നേരത്തെ ഡൽഹിയിലും പഞ്ചാബിലും ആം ആദ്മിയുമായുള്ള സഖ്യം വേണ്ട എന്നുള്ളത് അതത് സംസ്ഥാന കമ്മിറ്റികൾ, കോൺഗ്രസിന്റെ കമ്മിറ്റികൾ ഹൈക്കമാൻഡിനോട് ആവശ്യപ്പെട്ടിരുന്നു. അത്തരത്തിൽ സഖ്യമുണ്ടാക്കിയാൽ രാഷ്ട്രീയപരമായി തിരിച്ചടിയാകും ഉണ്ടാവുക. ഒറ്റയ്ക്ക് മത്സരിക്കണമെന്നുള്ള നിലപാട് ഡൽഹി PCC ഘടകവും ഒപ്പം പഞ്ചാബ് ഘടകവും ഹൈക്കമാൻഡിനെ അറിയിച്ചിരുന്നു. പക്ഷേ പ്രതിപക്ഷ മുന്നണി എന്നുള്ള രീതിയിലാണ് ആം ആദ്മിയുമായി കൂട്ടുകൂടാൻ കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം തീരുമാനിച്ചത്. അതുമായി ബന്ധപ്പെട്ട് പല മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥി നിർണയം നടത്തിയൊപ്പം പരിചയമില്ലാത്ത സ്ഥാനാർത്ഥികളെ ഹൈക്കമാൻഡ് ഡൽഹിയിൽ കെട്ടിയിറക്കി തുടങ്ങിയ വിമർശനങ്ങളാണ് ഏതായാലും ഡൽഹിയിൽ കോൺഗ്രസിന്റെ അധ്യക്ഷൻ രാജിവെക്കുമ്പോൾ ആ രാജിക്കത്തിൽ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. അത് രാജ്യതലസ്ഥാനത്ത് കോൺഗ്രസിന്റെ പ്രചാരണ പ്രവർത്തനങ്ങളെ തീർത്തും ദോഷകരമായി ബാധിക്കും എന്നുള്ളത് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ. ഡൽഹിയെ സംബന്ധിച്ച് 7 സീറ്റും കഴിഞ്ഞ തവണ BJP നേടിയെടുത്തതാണ്. ഇത്തവണയും 7 സീറ്റും നേടുമെന്നുള്ള BJPയുടെ പ്രഖ്യാപനത്തെ ഏതെങ്കിലും തരത്തിൽ ആം ആദ്മിയുമായുള്ള സഖ്യത്തിലൂടെ നേരിടാൻ സാധിക്കുമോ എന്നുള്ളതായിരുന്നു കോൺഗ്രസ് പരിശോധിച്ചത്. അതിനിടയിലാണ് ഇത്തരത്തിലൊരു കനത്ത തിരിച്ചടി അധ്യക്ഷന്റെ രാജിയോടുകൂടി ഡൽഹിയിൽ കോൺഗ്രസിന് സംഭവിച്ചിട്ടുള്ളത്. ഒപ്പം UPയിലെ രാഷ്ട്രീയ സാഹചര്യം പരിശോധിക്കുമ്പോൾ ഇപ്പോഴും അമേഠി റായ്ബറേലി ഈ രണ്ട് മണ്ഡലങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ കോൺഗ്രസിന്റെ കരുത്തുറ്റ, അല്ലെങ്കിൽ കാലങ്ങളോളം കോൺഗ്രസ് പ്രതിനിധികൾ മാത്രം തെരഞ്ഞെടുത്ത് പാർലമെന്റിലേക്ക് എത്തിയിരുന്ന മണ്ഡലങ്ങളായിരുന്നു. അവിടെ 2019 അമേഠിയിൽ സ്മൃതി ഇറാനിയിലൂടെ അമേഠി മണ്ഡലം പിടിച്ചെടുക്കുകയും രാഹുലിന് അവിടെ കനത്ത തിരിച്ചടി ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ ഈ രണ്ട് മണ്ഡലങ്ങളിലും മത്സരിക്കാനില്ല എന്നൊരു തീരുമാനമായിരുന്നു നേരത്തെ നെഹ്റു കുടുംബം സ്വീകരിച്ചത്. അതായത് രാഹുലും പ്രിയങ്കയും രണ്ട് മണ്ഡലങ്ങളിലും മത്സരിക്കില്ല എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തിയിരുന്നു. പക്ഷേ വയനാട്ടിലും കേരളത്തിലും വോട്ടെടുപ്പ് പൂർത്തിയായതോടുകൂടിയാണ് ഈ രണ്ട് മണ്ഡലങ്ങളിലും രാഹുലും പ്രിയങ്കയും തന്നെ മത്സരിക്കണമെന്ന സമ്മർദ്ദം പാർട്ടിക്കുള്ളിൽ ശക്തമാവുകയും അത്തരം ചർച്ചകൾ സജീവമാവുകയും ചെയ്തത്. പക്ഷേ ഇന്നലെ ചേർന്നിട്ടുള്ള കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് സമിതി, കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗത്തിലും ഈ രണ്ട് മണ്ഡലങ്ങളിലും ഒരു സ്ഥാനാർത്ഥികളെ തീരുമാനിക്കാൻ, അന്തിമ തീരുമാനമെടുക്കാൻ കോൺഗ്രസിന്റെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതിക്കും സാധിച്ചിട്ടില്ല. അതോടുകൂടിയാണ് ഈ രണ്ട് മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനുള്ള തീരുമാനം
കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെയ്ക്കും സോണിയാഗാന്ധിക്കും വിട്ടുകൊണ്ട് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്നലെ പിരിഞ്ഞിട്ടുള്ളത്. അതായത് ഈ രണ്ട് മണ്ഡലങ്ങളിലെയും സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ചുമതല ഹൈക്കമാൻഡിനാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് സമിതി നൽകിയിട്ടുള്ളത്. അവിടെ അമേഠിയിൽ കഴിഞ്ഞ തവണ ഒരു കനത്ത പരാജയം ഏറ്റതുകൊണ്ട് തന്നെ ഇത്തവണ മത്സരിക്കാൻ ഒരു സമ്മതം രാഹുൽ പൂർണ്ണമായും അറിയിച്ചിട്ടില്ല. പക്ഷേ ഉത്തർപ്രദേശ് സംസ്ഥാന കമ്മിറ്റി ആവർത്തിച്ച് ദേശീയ നേതൃത്വത്തോട് ആവശ്യപ്പെടുന്നതും സമ്മർദ്ദം ചെലുത്തുന്നതും ഈ രണ്ട് മണ്ഡലങ്ങളിൽ പ്രധാനപ്പെട്ട നേതാക്കൾ, നെഹ്റു കുടുംബത്തിലെ നേതാക്കൾ മത്സരിച്ചില്ലെങ്കിൽ UPയിൽ നിലവിലുള്ള കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റായിട്ടുള്ള റായ്ബറേലിയും നഷ്ടപ്പെടും. യാതൊരു തരത്തിലും മുൻപോട്ട് പോകാനാകില്ല, പ്രവർത്തകരുടെ ആവേശം ഇല്ലാതാകും എന്നുള്ളതാണ് ഉത്തർപ്രദേശ് PCC കമ്മിറ്റി നിരന്തരമായി ഹൈക്കമാൻഡിനോട് ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് നിലവിൽ ഇപ്പോൾ എത്തി നിൽക്കുന്നത് രാഹുലും പ്രിയങ്കയും തന്നെ ഈ മണ്ഡലങ്ങളിൽ മത്സരിക്കും എന്നുള്ളൊരു ധാരണയാണ്. പക്ഷേ അത് സംബന്ധിച്ചൊരു തീരുമാനത്തിലേക്ക് എത്താനോ പ്രഖ്യാപനത്തിലേക്ക് എത്താനോ ഇപ്പോഴും കോൺഗ്രസിന് സാധിച്ചിട്ടില്ല. അതിനപ്പുറത്തേക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പവർ ഹൗസ് എന്ന് നമുക്ക് വിശേഷിപ്പിക്കാവുന്ന രാജ്യത്തെ ഏറ്റവും കൂടുതൽ ലോക്സഭാ മണ്ഡലങ്ങളുള്ള 80 ലോക്സഭാ മണ്ഡലങ്ങളുള്ള ഉത്തർപ്രദേശിൽ എന്ത് മുന്നേറ്റം അല്ലെങ്കിൽ എന്ത് നീക്കുപോക്ക് കോൺഗ്രസിന് ഉണ്ടാക്കാൻ സാധിക്കുമെന്നുള്ളത് വലിയ ചോദ്യചിഹ്നമാണ്. 2019-ൽ 80-ൽ 64 സീറ്റുകളും നേടാൻ BJPക്ക് സാധിച്ചിരുന്നു. ഇത്തവണ റായ്ബറേലിയും പിടിച്ചെടുത്തുകൊണ്ട് 80-ൽ 80 നേടുമെന്ന വലിയ പ്രഖ്യാപനമാണ് ഉത്തർപ്രദേശിൽ BJP നടത്തിയിട്ടുള്ളത്.